സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രഭാവതിക്കാണെങ്കിൽ നന്ദനെ കാണാനില്ലാത്ത ആ ഒരു പരാതിയും പരിഭവവും എല്ലാവരുടെയും പറഞ്ഞ് നടക്കുവാണ്. അപ്പം ദേവിയോട് ഇങ്ങനെ പരാതി പറയുന്നതെല്ലാം സിദ്ധാർത്ഥൻ മാറി നിന്ന് കേൾക്കുന്നുണ്ട്. എനിക്ക് നന്ദനെ കാണാഞ്ഞിട്ട് ചങ്ക് പൊട്ടുവാണ്, ഇനി അവനെ കണ്ടെത്താനായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന പ്രഭാവതിയെ ദേവിക്ക് സമാധാനിപ്പിക്കുന്നു. അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, നന്ദനെ യാതൊരു ആപത്തും കൂടാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ അമ്മയുടെ കൺമുന്നിൽ തന്നെ ഞാൻ കൊണ്ടുവന്ന് നിർത്തിത്തരും. ഇതൊരു MLAയുടെ വാക്കല്ല, മറിച്ച് നന്ദൻ്റെ ഭാര്യയുടെ വാക്കാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രഭാവതിക്ക് അല്പം സമാധാനവും ആശ്വാസമൊക്കെ വരുന്നുണ്ട്, ഒരു പ്രതീക്ഷ. അതേസമയം ഋഷിയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുവാണ്. ഇസബല്ലയുടെ അടുത്തും നന്ദനെ കാണാനില്ല, എന്നാൽ താൻ പറഞ്ഞു വിട്ട ആളുകളുടെ കയ്യിലും നന്ദനെ കാണാനില്ല. ആകെ കലിതുള്ളി ഇങ്ങനെ നന്ദൻ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് അരുന്ധതി വന്ന് ഋഷിയെ സമാധാനിപ്പിക്കുന്നു. നീ എന്തിനാ മോനെ ഇങ്ങനെ വിഷമിക്കുന്നത്? നന്ദനാണെങ്കിൽ ഇനി ഇതൊന്നും താങ്ങാനാകാതെ എങ്ങോട്ടെങ്കിലും നാട് വിട്ടതായിരിക്കും. ഇല്ല, അവനെ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വിടാൻ ഞാൻ അനുവദിക്കത്തില്ല. അവനുള്ള നീതിയും ശിക്ഷയൊക്കെ വിധിക്കുന്നത് ഞാൻ തന്നെയാണ്. നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അവനെ ഇനിയെങ്കിലും നിനക്ക് വെറുതെ വിട്ടൂടെ? അങ്ങനെ വിടാനല്ല എൻ്റെ ഉദ്ദേശം, അവനെ കൊല്ലാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുടുംബം തകർത്ത ആ സ്ത്രീയുടെ മകൻ്റെ ജീവൻ എടുത്തുകൊണ്ട് എനിക്ക് പ്രതികാരം വീട്ടണം. അതിന് നിന്നോട് നന്ദൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? നന്ദൻ അബദ്ധത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രഭാവതി അല്ലേ നിന്നോട് തെറ്റ് ചെയ്തത്. അതിന് പാവം നന്ദനെ എന്തിനാ വേട്ടയാടുന്നത് എന്ന് പറയുമ്പം നന്ദനും അതിലൊരു ഭാഗമാണ്. അവൻ്റെ അമ്മയുടെ തെറ്റുകൾക്ക് അവനും കൂട്ടുന്നില്ലേ, അതിനുള്ള ശിക്ഷ അവ അനുഭവിച്ചേ പറ്റൂ. അമ്മ പറയുന്നത് ഇനിയെങ്കിലും എൻ്റെ മോനൊന്ന് കേൾക്ക്. ഇനി ഈ പ്രതികാരവും വാശിയായിട്ട് നടക്കണ്ട. പ്രഭാവതി നമ്മളോട് ക്രൂരത കാണിച്ചിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. നിന്നോടും ലീനയോടും പൊറുക്കാനാകാത്ത തെറ്റ് ചെയ്തു, പക്ഷേ അതിനുള്ള എല്ലാ ശിക്ഷയും അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനിയും നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. ഇനി മോൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. അവരുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനൊരിക്കലും ഈ ഋഷിയെ കിട്ടില്ല. എൻ്റെ പ്രതികാരം കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ ഒരടി പിന്നോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഋഷിയാണെങ്കിൽ കാലി കൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന സമയത്ത് അതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുവാണ് അരുന്ധതി. അതേസമയം പ്രഭാവതി രാത്രി ഉറക്കത്തിനിടയ്ക്ക് സ്വപ്നം കാണുവാണ്. തൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയി കുറേ ഗുണ്ടകൾ ഇഞ്ചിഞ്ചായി തല്ലുന്നതിനൊടുവിൽ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിടണമെന്നൊക്കെ കരഞ്ഞു കേണപേക്ഷിക്കുന്ന നന്ദനെ അതിലൊരാളാണെങ്കിൽ കത്തിയെടുത്ത് നെഞ്ചത്തേക്ക് ആഞ്ഞു കുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ കുത്തുകൊണ്ട് നന്ദൻ ജീവന് വേണ്ടി പെടയുന്ന ആ ഒരു സ്വപ്നം കണ്ടിട്ട് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് പ്രഭാവതി ഒച്ച വെച്ച് അലറി കരയുന്നു. അത് കേട്ട് സിദ്ധാർത്ഥൻ എന്താ പ്രഭാത്, എനിക്ക് എന്ത് പറ്റി എന്ന് തിരക്കുന്ന സമയത്ത് ഞാനൊരു ദുസ്വപ്നം കണ്ടു. എൻ്റെ മകൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ഒരു സമാധാനമില്ല സിദ്ധു, എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ സിദ്ധു ആണെങ്കിൽ പ്രഭയെ സമാധാനിപ്പിക്കുക, ഇതൊരു വെറും ഒരു സ്വപ്നമാണ്, ശരിക്കും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞങ്ങളെല്ലാവരും തനിക്ക് വാക്ക് തന്നില്ലേ, ഞാനും ഹരിയേട്ടനും ദേവികയൊക്കെ തനിക്ക് വാക്ക് തന്നല്ലോ നന്ദൻ ഒരു പോറൽ പോലും ഏൽക്കാതെ തൻ്റെ കൺമുന്നിൽ എത്തിക്കാമെന്ന്. പിന്നെ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ വ്യക്തമായിട്ട് തന്നോട് പറയാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ്, താനൊന്ന് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അതേസമയം ശാരികയാണെങ്കിൽ നമ്മുടെ ദേവികയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിരുന്നോ? കേസന്വേഷണം ഏതുവരെ ആയി? ആ DYSP എന്താ പറയുന്നത്? അയാൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അയാൾ എന്തൊക്കെ ഒളിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ചെറിയ സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്ദനെ അധികം താമസിക്കുന്നതിന് മുമ്പിട്ട് കണ്ടെത്തി തരാമെന്ന് തന്നെ എസ്തപ്പാൻ ചേട്ടൻ വാക്ക് തന്നിട്ടുള്ളത് അറിയാമല്ലോ. എസ്തപ്പാൻ ചേട്ടൻ വാക്ക് തന്ന് ജീവൻ പോലും നോക്കാതെ എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം ചേച്ചി. ഞാൻ എന്തായാലും എൻ്റെ രൂപത്തിൽ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അധികം താമസിക്കാതെ ചില സൂചനകൾ എനിക്കും കിട്ടും, അതെനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ അറിയുന്നതിനേക്കാളും മുമ്പേ നീ മറ്റെവിടുന്നോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. നന്ദന് ആപത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നീ ഗിരിയേട്ടനെ കാണാൻ പോയിരുന്നു അല്ലേ? ഗിരിയേട്ടൻ എന്നോട് അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. സത്യം പറ ശാരി, നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ആരാ? ഇനിയൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല. ആ സത്യങ്ങളൊക്കെ പറയാൻ ഏകദേശം സമയമായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഒരു 2-3 ദിവസം കൂടി. അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചേച്ചിയോട് തുറന്നു പറയുന്നതായിരിക്കും. അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് ഞാൻ തുറന്നു പറയും, ഉറപ്പാ. പിന്നെ അപ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും ഈ ശാരിക തെറ്റുകാരിയല്ലെന്നുള്ള കാര്യം. അപ്പോഴത്തേക്കും ദേവികയാണെങ്കിൽ നിന്നിങ്ങനെ ആലോചിക്കുവാണ്, ശാരിക എന്തൊക്കെയായി പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള രൂപത്തിൽ. അതേസമയം ഋഷിയാണെങ്കിൽ പ്രതികാരത്തിൻ്റെ
അമിത ആവേശത്തിൽ നന്ദൻ്റെ ജീവൻ എടുക്കാൻ അല്ലെങ്കിൽ പ്രഭാവതിയുടെ ജീവൻ എടുക്കാനുള്ള ആ പുറപ്പാടിനെ തടയാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കാൻ സാധ്യതയുള്ളത് അരുന്ധതിയും അതുപോലെ CPയും തന്നെയാണ്. ഋഷി അറിയാതെ ഋഷിയുടെ ഈ ഒരു നടപടിയെ തക്ക സമയത്ത് എതിർക്കാൻ സാധ്യതയുള്ളത് അരുന്ധതി തന്നെയാണ്. അത് വൈകിയാണെങ്കിലും ഋഷി മനസ്സിലാക്കും. തൻ്റെ ഭാവിയെ ആലോചിച്ചിട്ട് തൻ്റെ അമ്മയുടെ ഈ സങ്കടത്തിൻ്റെ മുമ്പിൽ ഋഷി ആ ഒരു പ്രതികാരമൊക്കെ വിട്ട് പഴയ പോലെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നല്ലൊരു മകനായി മാറാൻ കാത്തിരിക്കാം.